ഹായ്, എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളൊക്കെയാണ് ഞങ്ങളൊരു പ്രതീക്ഷ എന്ന് പറയുന്നത്. രാവിലെ തന്നെ തുമ്മണുണ്ട്. ഇനി അടുത്ത പനി കഴിഞ്ഞ് ഒരു പനി കഴിഞ്ഞ് ഇനി അടുത്ത പനിക്കുള്ള ഇതാണോ തോന്നുന്നുണ്ട്. അത് വയ്യെന്ന് തീരെ വയ്യ. പനി കഴിഞ്ഞതിന് ശേഷം പിന്നെ തീരെ സുഖമില്ല. എന്താ പറയുക, ഇപ്പോഴും മാറിയിട്ടില്ല ഒരു ക്ഷീണം. എന്നൊക്കെ രാവിലെ 9 മണിയായി കുഞ്ഞീച്ച. കാരണം വയ്യ, എനിക്കൊരു ദിവസം പോലും റെസ്റ്റ് ഇല്ലാത്ത രീതിയിലുള്ള പണിയാണ്. എന്താ ചെയ്യുക, നമ്മളൊക്കെ ഒരു ജീവിതത്തിലെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഒരിക്കലും തീരൂല. കാരണം എൻ്റെ കാലിൻ്റെ ചുവട്ടിൽ ഒരു പെൺകുട്ടിയാണ് ഇരിക്കുന്നത്. 12 വയസ്സായി, 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓരോ കൊല്ലം തോറും ഓരോ വയസ്സ് കൂടാണ്. എന്താ പറയുക, ഒരു സേവിങ് ഇല്ല. പിന്നെ കുട്ടീൻ്റെ വിദ്യാഭ്യാസത്തിന് അന്നാന്ന് പഴയക്കും അന്നാന്ന് അങ്ങനത്തെ ഒരു ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് ഞാൻ അതിൻ്റെ ഇത് മനസ്സിലാക്കി. ഒരു സേവിങ്ങും ചെയ്യാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊരു 10 റുപ്യേൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ ഒരാളുടെ അടുത്ത് ചോദിക്കുമ്പോഴുള്ളൊരു ഇടങ്ങേറ്, ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പണിയെടുത്ത് കഴിഞ്ഞാൽ കൊടുക്കാനുള്ളൊരു ഇൻകം ഉണ്ടെങ്കിൽ തിരക്കടിയില്ല. അതും ഇല്ലാത്തൊരു അവസ്ഥയിൽ എന്താ പറയുക, ഒന്നാമത്തെ ആ ഒരു ഇതായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ വലിയ ആർഭാട ജീവിതമൊന്നുമില്ല. രാവിലെ ഞങ്ങൾ ശരിക്ക് ഒരു ദിവസം ഫുള്ള് ഭക്ഷണം പോലും ഞങ്ങൾ ഉണ്ടാക്കാതെ അങ്ങനെ ഞാൻ 8-9 വർഷമായി ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം ഒഴിവാക്കിയിട്ട്. പിന്നെ ഒന്നാമതെന്താ വെച്ചാൽ ശരീരം കൊണ്ട് വയ്യ. കുറേ ആയി, 10ാം ക്ലാസ് കഴിഞ്ഞ് തുടങ്ങിയ പണിയാണ്. കല്യാണം കഴിച്ച് ജീവിതത്തിലാണെങ്കിലും ഒരു സുഖങ്ങളും അനുഭവിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ കഥ പറയുകയാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഞാൻ കഥ എന്ന് പറഞ്ഞു വന്നാൽ വയ്യ, അതുപോലെ വയ്യാത്തൊരവസ്ഥ. അപ്പോൾ ജീവിതത്തിലെ അനുഭവങ്ങൾ ഞാനൊരു വീഡിയോയിൽ ഞാൻ പറയാം. എൻ്റെ പോലത്തെ ജീവിതം ആർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചിലരൊക്കെ ജീവിതം കാണുമ്പോൾ ആലോചിക്കും, ഞാൻ എന്താ പറയുക, നമുക്കൊന്നും ഇങ്ങനെ ഇല്ലല്ലോ. പക്ഷെ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ കല്യാണം കഴിച്ച് അന്ന് തൊട്ട് ഞാൻ അനുഭവിക്കുന്നത് ഇന്ന് വരെയും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ മുമ്പേ 10ാം ക്ലാസ് കഴിഞ്ഞ് ഉടനെ പണിക്ക് പോയി ജീവിക്കാൻ അന്ന് ഇന്നും പണി തന്നെയാണ്. പിന്നെ ഞാൻ എൻ്റെ ജീവിതകഥ ഞാൻ പറയാം ഒരു വീഡിയോയിൽ. പിന്നെ ഇന്ന് ഇപ്പോൾ ഇങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ടൊക്കെ ഫുള്ള് തിരക്കിലായിരുന്നു. പനിയൊക്കെ ആയിട്ട് കുറച്ച് ദിവസം കടയിൽ പോയില്ല. അപ്പോൾ കടയിൽ പോകാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഫുള്ള് ബിസിയായി. പിന്നെ ശ്രീലക്ഷ്മിക്ക് സ്കൂളുണ്ടായിരുന്നില്ല. ശ്രീലക്ഷ്മീനെ വേറെ ഒരു സ്ഥലത്തൊന്നും ആക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പണിക്ക് പോകുമ്പോൾ കടയിൽ കൊണ്ടുപോകും. ഉച്ചഭക്ഷണമൊക്കെ കയ്യിലെടുത്ത് കൊണ്ടുപോകും. അങ്ങനെ ഇപ്പം നാളെ സ്കൂളുണ്ട് എന്നാണ് തോന്നുന്നത്. പിന്നെ എന്താ പറയുക, ശ്രീലക്ഷ്മി ഇതാട്ടോ ഇവിടെ ഇരിക്കുന്നുണ്ട്. കണ്ടോ, പറയാം ഒരു ഹായ് പറയേ. അപ്പോൾ രാവിലെ നീട്ട് കുറച്ച് നേരമൊക്കെ മൊബൈലുമ്മ കളിച്ച് ഇരിക്കുകയാണ്. ഞാൻ മുറ്റൊക്കെ ആകെ അടിച്ചൊരു കാരണം ആഴ്ചയിൽ ഒരു ദിവസമാണ് സേവനവാരം. അപ്പോൾ രാവിലെ ഒന്നിനും സമയം കിട്ടലില്ല. ഒന്നാമത് രാവിലെയും ശരീരം കൊണ്ട് പനി വന്നതിന് ശേഷം ശരീരം കൊണ്ട് വയ്യാത്തത് കൊണ്ട് തന്നെ രാവിലെ കുടഞ്ഞ് നീക്കാൻ വയ്യ. എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ നീക്കും, സാധനങ്ങളൊക്കെ ഉണ്ടാക്കും, അങ്ങനെ പോവും, ഇരിക്കുകയൊക്കെ ആയിരുന്നു ചെയ്യുന്നത്. അപ്പം ഇന്ന് വയ്യ. പനി കഴിഞ്ഞതിന് ശേഷം തീരെ എന്താ പറയുക, ശരീരമൊക്കെ വല്ല ചതച്ച് വാരിയ പോലത്തെ വേദന, ക്ഷീണമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ആകെ അടിച്ചു കോരി നേരാക്കി. അപ്പോൾ കയറി വന്ന് ചായ കുടിക്കുന്ന സമയമാട്ടോ. ചായക്ക് കടി എന്ന് പറയാം, അമ്മ പോയതിന് ശേഷം പിന്നെ കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ 10 രൂപേൻ്റെ സേമിയത്തിൻ്റെ പാക്കറ്റ് കടയിൽ നിന്ന് വാങ്ങി, അതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കി, പിന്നെ കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ കുടിച്ചിട്ട് പാത്രമൊന്നും കഴുകാൻ പോയിട്ടില്ല കേട്ടോ. ഇതായിരിക്കുന്നു പാത്രം. അപ്പോൾ പിന്നെ എന്താ പറയുക, അത് കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്ക് ആങ്ങളെ ഇവിടെ ഇടവഴിയൊക്കെ ശരിയാക്കാൻ അറിഞ്ഞുകൊണ്ട് വന്നു. ഓനങ്ങോട്ട് ഇടവഴി അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഓനുള്ള ചായ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാൻ ഏതായാലും പണ്ട് ഇറങ്ങി പോയിട്ടുള്ളൂ. പിന്നെ വേറെന്താ, വേറെ അരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കൂട്ടാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. ഓനുണ്ട് പണി എടുക്കണം, അപ്പോൾ അതിന് ചോറ് കൊടുക്കണ്ടേ. അപ്പോൾ അതിന് എന്തെങ്കിലും ഉണ്ടാക്കണം. ചോറ് വേവട്ടെ എന്ന് ഓർത്തിരിക്കുക. കറണ്ട് അടുപ്പുമ്പിലാണ്. കറണ്ടിൻ്റെ ചാർജ് ഈ മാസം എന്താ വരിക എന്നറിയില്ല. ഫുള്ളും കറണ്ടുമ്പിലാണ്. കാരണം അടുപ്പ് കത്തിക്കാൻ വിറകിന് പോകാനുള്ള സമയം കിട്ടുന്നില്ല. പിന്നെ കുറച്ച് വിറകൊക്കെ ഞാൻ ഇവിടെ പെറുക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വിറക് കിട്ടും, പോയാണ്ട് പെറുക്കി കൊണ്ടുവന്നു. പക്ഷെ എന്താ വെച്ചാൽ സമയം കിട്ടാത്തതിൻ്റെ സമയപരിമിതി കാരണം വിറകിനൊന്നും പോകാൻ സമയമില്ല. അതുകൊണ്ട് ഫുള്ളും കറണ്ടുമ്പിലാണ്. ഫുള്ള് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ വിസ്തരിച്ചൊന്നും ഉണ്ടാക്കില്ല. ഒരു ചോറും ഒരു കൂട്ടാനും ഒരു പപ്പടവും. ശ്രീലക്ഷ്മിക്ക് ഒരു പപ്പടം ഉണ്ടായാൽ മതി. അങ്ങനെ പിന്നെ ഞാൻ വൈകുന്നേരം മാത്രമേ ചോറിനുള്ളൂ. അത് ചിലപ്പോൾ തിന്നും ചിലപ്പോൾ തിന്നില്ല, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഒരു ജീവിതമാണ് ഞങ്ങളത്. ഞങ്ങളെ ജീവിതം പോലെ ഒരാൾക്കും ഇങ്ങനത്തെ ഒരു ഇത് വരരുത്. ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നുമല്ല. എന്താ വെച്ചാൽ മാനസികമായിട്ട് വല്ലാത്തൊരു സമ്മർദ്ദത്തിലാണ്. എന്താ പറയുക, നമ്മൾ ദൈവം ഭൂമിയിൽ എന്താ പറയുക, പണ്ടുള്ളവർ പറയും പടച്ചിട്ടില്ലേ, നമ്മൾ മരിക്കോളം വേണ്ടേ നമുക്ക് ജീവിക്കുക, എല്ലാം തരണം ചെയ്ത് എല്ലാതും ക്ഷമിക്കാനും എന്താ സഹിക്കാനും കഴിവുള്ളൊരു മനസ്സായതുകൊണ്ട് ഇന്ന് വരെ ഞാൻ എന്താ പറയുക എല്ലാവരും മുന്നിൽ ജീവിക്കുന്നുണ്ട്. ഒരുപാട് സങ്കടങ്ങളും മാനസിക പ്രയാസങ്ങളും അനുഭവിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ ജീവിത കഥകൾ ഞാൻ കല്യാണം കഴിച്ച് പോയിട്ട് ആലപ്പുഴ ജില്ലയിൽ എനിക്ക് അനുഭവപ്പെട്ട എൻ്റെ ജീവിത കഥയായിട്ട് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും എന്താ പറയുക, ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവരും ഞങ്ങളെ ചാനൽ കാണണം കേട്ടോ. നിങ്ങളാണ് ഞങ്ങളൊരു പ്രതീക്ഷ. താങ്ക് യു.